ഇന്നത്തെ ഈ ഒരു പോളിംഗ് ദിനത്തിലെ സമഗ്ര കവറേജുമായി മാതൃഭൂമി ന്യൂസ് സർവ്വസജ്ജമാണ്. പറവൂരിലും മോക്ക് പോൾ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് എസ് രാഗിൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. രാഗിൻ, പലയിടങ്ങളിലും മോക്ക് പോൾ ആരംഭിച്ചു കഴിഞ്ഞു. രാഗിൻ, ഇപ്പോൾ ഏത് ബൂത്തിലാണുള്ളത്? പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പോളിംഗ് ചെയ്യാനായി എപ്പോഴായിരിക്കും എത്തിച്ചേരുക? ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ എറണാകുളം ജില്ലയും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പറവൂരിലെ 109 നമ്പർ ബൂത്താണ്. ഇതിവിടെ മോക്ക് പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പോളിംഗ് ഏജന്റുമാരുടെ അടക്കം സാന്നിധ്യത്തിലാണ് ഈ മോക്ക് പോൾ നടക്കുന്നത്. രാവിലെ കൃത്യം 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കും. എന്തായാലും വോട്ടർമാരൊന്നും തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ബൂത്തിലേക്ക് എത്തിയിട്ടില്ല. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി കോർപ്പറേഷൻ, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്ത്, കൂടാതെ 13 മുനിസിപ്പാലിറ്റികൾ, 14 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 82 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7374 സ്ഥാനാർത്ഥികൾ ഇതിൽ ആകെ വരും. അതിൽ വനിതാ സ്ഥാനാർത്ഥികളാണ് കൂടുതൽ. വോട്ടർമാരുടെ എണ്ണത്തിലും വനിതാ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ വനിതാ വോട്ടർമാർക്ക് തന്നെയാണ് മുൻതൂക്കം. 26 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാരാണ് ഇന്ന് ബൂത്തിലേക്ക് എത്താൻ പോകുന്നത്. പോളിംഗ് ശതമാനം എത്രത്തോളം ഉയരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. അതോ കുറയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയും കണക്കൂട്ടലും ഒക്കെയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. 2220 മെമ്പർമാരെയാണ് ആകെ തെരഞ്ഞെടുക്കേണ്ടത്. എന്തായാലും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടവും പ്രചരണവും ഒക്കെയാണ് നടന്നത്. ഈ ബൂത്ത് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ബൂത്താണ്. VD സതീശൻ രാവിലെ 7 മണിയോടുകൂടി ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തും. എന്തായാലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശ പോരാട്ടം തന്നെയാണ് എറണാകുളത്ത് നടക്കുന്നത്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി കോർപ്പറേഷനിൽ വാശിയേറിയ പോരാട്ടം തന്നെയാണ്. കോർപ്പറേഷൻ നിലവിൽ LDF ആണ് ഭരിക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് LDF ശ്രമിക്കുമ്പോൾ UDF തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം നടത്തുന്നു. മുനിസിപ്പാലിറ്റികളിൽ മുൻതൂക്കം UDFനാണ്. അതോടൊപ്പം ഗ്രാമപഞ്ചായത്തുകളിലും എറണാകുളത്ത് കഴിഞ്ഞ തവണ UDFനായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. അതൊക്കെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ് LDFന്. അതോടൊപ്പം തുടരുക, ആ ഭരണ തുടർച്ച മുന്നോട്ട് നീക്കുക എന്നതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം. കൂടുതൽ സീറ്റുകൾ നേടി മുന്നോട്ട് വരാനുള്ള നീക്കത്തിലാണ് NDAയും. ഗ്രാമപഞ്ചായത്തുകൾ 82 ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിൽ ഉള്ളത്. കഴിഞ്ഞ തവണ മേൽക്കൈ UDFനായിരുന്നു. എന്തായാലും അവിടേക്കും കടന്നു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷ LDFനുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലുള്ള സഖ്യ അത് കൂട്ടാനുള്ള ശ്രമമാണ് UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 7 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തും. കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്തുകളിൽ 80% പോളിംഗ്. ആ പോളിംഗ് പെർസെൻറ്റേജ് കൂടുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നഗര ഹൃദയങ്ങളിലൊക്കെ തന്നെ രാവിലെ അല്പം മന്ദഗതിയിലാണ് സാധാരണഗതിയിൽ നഗര ടൗൺ മേഖലകളിലൊക്കെ പോളിംഗ്. പക്ഷേ ഗ്രാമമേഖലകളിലൊക്കെ തന്നെ രാവിലെ തന്നെ ശക്തമായിട്ടുള്ള പോളിംഗ് ഉണ്ടാകാറുണ്ട്. രാവിലെ തന്നെ വോട്ടർമാർ ഈ ബൂത്തുകളിലേക്ക് എത്തി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം മടങ്ങുന്ന രീതിയാണ് കൂടുതൽ കാണുന്നത്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഈ ബൂത്തുകളിലൊക്കെ തന്നെ വലിയ തിരക്ക് രാവിലെ ഉണ്ടായിരുന്നു. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് പെർസെൻറ്റേജ് ഉയർത്തിക്കൊണ്ട് തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും വലിയ പ്രതീക്ഷയിലാണ്. അവസാനവട്ട പ്രചാരണം വരെ അതിഗംഭീരമായി തന്നെയാണ് മുന്നോട്ട് പോയത്. LDFും UDFും അതേ ഒരുപോലെ പ്രതീക്ഷ അർപ്പിച്ചത് നിൽക്കുന്നുണ്ട്. പറവൂരിൽ നിന്നാണ് എസ് രാഗിൻ ചേർന്നത്. ഇനി നമുക്ക് കൊല്ലത്തേക്ക് പോകാം. അവിടെ കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, ഏറെ വിവാദങ്ങളും ഒക്കെ ചർച്ചയായ ഒരു തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ്. പൊതുവിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരിക്കലും രാഷ്ട്രീയം അങ്ങനെ ചർച്ചയാകാറില്ല. പ്രധാനപ്പെട്ട അറിയുന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ വോട്ട് കുത്തി അങ്ങനെ പോകുന്നതാണ് കാണാറുള്ളതെങ്കിൽ ഇത്തവണ വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ എല്ലായിടത്തും ചർച്ചയായിരുന്നു. അവിടെ ഇപ്പോഴെങ്ങനെയാണ്? മോക്ക് പോളിംഗ് ആരംഭിച്ചോ? വലിയ രീതിയിൽ തിരക്ക് രാവിലെ തൊട്ട് തന്നെ അനുഭവപ്പെടുന്നുണ്ടോ? 7 മണിയാകുമ്പോഴേക്കും വോട്ട് ചെയ്ത് പോകാനായി ഇപ്പോൾ തന്നെ ബൂത്തിലേക്കൊക്കെ ആളുകൾ എത്തി തുടങ്ങിയോ? ഈ കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് തന്നെ ഏറെയുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വോട്ട് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് അവസാനിപ്പിച്ച് വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും ഇത്തവണയും വോട്ടിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ഫാത്തിമ മാതാ കോളേജിലാണ്. കണ്ടോൺമെൻറ് ഡിവിഷൻ, കൊല്ലം കോർപ്പറേഷനിലെ കണ്ടോൺമെൻറ് ഡിവിഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ വോട്ട് ചെയ്യുന്ന പ്രമുഖൻ ഇവിടുത്തെ MP NK പ്രേമചന്ദ്രനാണ്. അതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം പഠിച്ച കോളേജാണ് ഫാത്തിമ മാതാ കോളേജ്. പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ
കാലഘട്ടത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം പഠിച്ച ഒരു കോളേജാണ് ഫാത്തിമ മാതാ കോളേജ്. അവിടെയാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നത്. 7 മണിക്ക് തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലയിലുള്ള പ്രമുഖർ എന്ന് പറയുന്നത് ധനമന്ത്രി KN ബാലഗോപാൽ, അദ്ദേഹം കൊട്ടാരക്കര മാർത്തോമ സ്കൂളിലാണ് വോട്ട് ചെയ്യുന്നത്. ഒപ്പം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ, അദ്ദേഹം പത്തനാപുരത്ത് മൗണ്ട് ടാബോർ സ്കൂളിലാണ് വോട്ട് ചെയ്യുന്നത്. മന്ത്രി J ചിഞ്ചുറാണി അവർ വോട്ട് ചെയ്യുന്നത് നീരാവിൽ സ്കൂളിലാണ്. PC വിഷ്ണുനാഥ് MLA അടക്കമുള്ള ആൾക്കാർക്ക് തന്നെ ഈ ജില്ലയിലാണ് വോട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രമുഖർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ രാവിലെ അല്ലെങ്കിൽ ഒരു 11 മണി 12 മണിയോട് കൂടി വോട്ട് രേഖപ്പെടുത്തും. കൊല്ലം MLAയും നടനുമായിട്ടുള്ള M മുകേഷ് പട്ടത്താല സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ ജില്ല എന്നും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 2000 മുതൽ ഇങ്ങോട്ട് 25 വർഷം നോക്കിക്കഴിഞ്ഞാൽ എന്നും LDFിനൊപ്പം നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. അതുപോലെ തന്നെ 4 നഗരസഭകളുണ്ട്, 68 പഞ്ചായത്തുകളുണ്ട്. അതുപോലെ തന്നെ 11 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. ജില്ലാ പഞ്ചായത്ത് വർഷങ്ങളായി LDFിന്റെ കോട്ടയെന്ന് തന്നെ പറയാം. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 LDF ആണ് ഭരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയുള്ള ഒരു ജില്ല കൂടിയാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. ഇതിനായാലും കിഴക്കൻ മേഖലയിലൊക്കെ തന്നെ ഈ തോട്ടം തൊഴിലാളികളൊക്കെ തന്നെ ഉള്ള പ്രദേശമാണ്. അവിടെയൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി അവർ ജോലിയിലേക്ക് പോകുന്നതിനുള്ള സാധ്യതയാണ്. ഇപ്പോൾ കണ്ടോൺമെന്റ് വാർഡിലെ 5-ാം നമ്പർ ബൂത്തിൽ ഇപ്പോൾ നടപടികളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. മോക്ക് പോളിംഗ് ഏകദേശം അവസാനിക്കുന്നു. ഇനി ഏതാണ്ട് ഒരു 45 മിനിറ്റോളം മാത്രമേ ഉള്ളൂ. ആ സമയമാകുമ്പോഴേക്കും കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്തുകയും വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയും ചെയ്യും. 5652 സ്ഥാനാർത്ഥികളാണ് കൊല്ലം ജില്ലയിൽ മത്സരിക്കുന്നത്. അതിൽ കൂടുതൽ വനിതകളാണ് 3138. പുരുഷന്മാർ 2514 പേർ പുരുഷന്മാരുണ്ട്. 13056 ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. 61 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെ വെബ്കാസ്റ്റിംഗ് അടക്കം അതുപോലെ തന്നെ വീഡിയോ ചിത്രീകരണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനായാലും എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി സമാധാനപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്.